ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. GQ ഫെസ്റ്റിൻ്റെ മനോഹരമായ ഈ വേദിയിൽ ഞാനൊരു കഥ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉച്ച സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മാത്രമാണ് നമ്മുടെ കഥാനായകൻ. എൻ്റെ കഥയുടെ പേര് ഒരു തുണിക്ക് മറു തുണിയില്ലാത്ത ജീവിതം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരുമുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിവ് ഔദാദികൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് പറ്റി? കാര്യം അന്വേഷിക്കാനായി നബി തങ്ങൾ സ്വഹാബികളെ പറഞ്ഞു വിട്ടു. സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലാൻ പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരുമോയെന്ന് ചോദിച്ചും ചെയ്തു. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്ക് നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ അയക്കരുതെന്ന് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അവരെ മടക്കി വെക്കും? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ വസ്ത്രമില്ലാതായി. സിദ്ദീഖ് തങ്ങൾ ഈ വിവരം സ്വഹാബികളെ അറിയിച്ചു. സ്വഹാബികൾ ഈ വിവരം നബി തങ്ങളെ അറിയിച്ചു. അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അപ്പോൾ തന്നെ ആ വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. എൻ്റെ റബ്ബേ, ഞാനൊരു ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. എൻ്റെ റബ്ബേ, ഞാനൊരു ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. ദാൻ്റെ നീളം കൂടി കൂടി വന്നു. കണ്ണീർ ധാരധാരായി ഒഴുകി വന്നു. നോക്കൂ കൂട്ടുകാർ, എൻ്റെ ഒരു ജീവിതമാണ് വെറുതെ ചെയ്തിട്ട് തെറ്റല്ല. എങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിയതിൻ്റെ പേരിൽ വലിയ തെറ്റായതുകൊണ്ട് അവർ റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടല്ല അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഫർളുകളാണ് ഒരു കാരണവും ഇല്ലാതെ ഒഴിവാക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി വതുവ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.